തമിഴ്നാട്, കേരളം, അസം എന്നീ സംസ്ഥാനങ്ങളോടൊപ്പമാണ് ബംഗാളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ നടക്കാൻ പോകുന്നത് ബംഗാളിലെ തെരഞ്ഞെടുപ്പാണ്. മെയ് 7-നാണ് പശ്ചിമ ബംഗാളിലെ നിയമസഭയുടെ കാലാവധി കഴിയുന്നത്. അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിലൂടെ പുതിയ സർക്കാർ അധികാരത്തിലെത്തണം. ഇപ്പൊ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ. ഇലക്ഷന്റെ ഗതിവേദികൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും വളരെയധികം ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഏറ്റവും കടുത്ത മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ. കഴിഞ്ഞ 3 തവണയായി അധികാരത്തിലിരിക്കുന്ന, കഴിഞ്ഞ 15 വർഷമായി അധികാരത്തിലിരിക്കുന്ന മമതാ ബാനർജിയാണ് പശ്ചിമ ബംഗാളിലെ ഏറ്റവും അനിഷേധ്യായ നേതാവ്. മമതയെ താഴെ ഇറക്കാനാണ് BJP അവരുടെ എല്ലാ ശ്രമവും നടത്തുന്നത്. 1977 മുതൽ ഇടതുപക്ഷ മുന്നണിയാണ് ബംഗാളിൽ അധികാരത്തിലിരുന്നത്. 34 വർഷമാണ് ഇടതുപക്ഷം അവിടെ ഭരിച്ചത്. പിന്നീട് 15 വർഷം 2011 മുതൽ 3 തവണയായിട്ട് മമതാ ബാനർജിയാണ് പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി. ഇപ്പോൾ BJP ആണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷം. ഏറ്റവും രസകരമായ വസ്തുത, ഇതിനു മുമ്പ് 34 വർഷം പശ്ചിമ ബംഗാൾ ഭരിച്ചിരുന്ന ഇടതുപക്ഷ മുന്നണി, അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ദേശീയ പ്രതിപക്ഷമായ കോൺഗ്രസിനും ഒരൊറ്റ MLA-മാർ പോലും 294 അംഗ സഭയിൽ ഇല്ല എന്നുള്ളതാണ് ഒരു കാര്യം. അതുകൊണ്ട് തന്നെ BJP-യും മമതാ ബാനർജിയും തമ്മിലൊരു കടുത്ത മത്സരമാണ് പശ്ചിമ ബംഗാൾ നടക്കുന്നത്. BJP-യെ സംബന്ധിച്ചിടത്തോളം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഏതാണ്ട് വലിയൊരു വിജയം, പശ്ചിമ ബംഗാളിലെ 42 നിയമസഭാ സീറ്റുകളിൽ 18 സീറ്റുകളിൽ BJP-ക്ക് ജയിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ര വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും 294 അംഗ സഭയിൽ 77 അംഗങ്ങളാണ് BJP-ക്ക് ഉണ്ടായിരുന്നത്. മമതാ ബാനർജി 215 അംഗങ്ങളുമായിട്ടാണ് മമത അധികാരം പിടിച്ചെടുത്തത്. മമതയ്ക്ക് 48% വോട്ടാണ് കിട്ടിയത്, BJP-ക്ക് 39% വോട്ട് കിട്ടി. 2019 തെരഞ്ഞെടുപ്പിലും BJP-ക്ക് അതിനേക്കാൾ 40% കൂടുതൽ വോട്ട് BJP-ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ 210 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വളരെ നല്ല ശക്തിയുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ എന്തും ബംഗാളിൽ സംഭവിക്കാം. പ്രത്യേകിച്ച് 3 തവണയായിട്ട് അധികാരത്തിലിരിക്കുന്ന മമതയോടുണ്ടാകുന്ന ഒരു ആന്റി ഇൻകംബൻസിയുടെ ഗുണം മുഴുവൻ ലഭിക്കാൻ പോകുന്നത് BJP-ക്കാണ്. ഈ സമയത്താണ് പശ്ചിമ ബംഗാളിലെ കേന്ദ്ര സർക്കാർ പശ്ചിമ ബംഗാളിലെ ഗവർണറെ മാറ്റുന്നത്. മലയാളിയായ CB ആനന്ദബോസ് ആയിരുന്നു കുറച്ചു കാലമായിട്ട് പശ്ചിമ ബംഗാളിലെ ഗവർണർ. അദ്ദേഹത്തെ മാറ്റിയിട്ട് RN രവി, അദ്ദേഹവും കേരള കേഡറിൽ അദ്ദേഹം ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ബീഹാറുകാരനാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. നേരത്തെ തമിഴ്നാട് ഗവർണറാണ് അദ്ദേഹത്തെയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലേക്ക് വിട്ടിരിക്കുന്നത്. എന്താണ് പശ്ചിമ ബംഗാളിലേക്ക് RN രവിയെ വിടാനുള്ള കാര്യം എന്നുകൂടി നമ്മൾ നോക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ SIR എന്ന് പറയുന്ന പ്രക്രിയയാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ, ഈ SIR പ്രക്രിയ എന്ന് പറയുന്നത് വോട്ടർ പട്ടികയിൽ മരിച്ച ആളുകളെ, അതുപോലെ തന്നെ താമസം മാറിയ ആളുകളെ, ഒന്നിൽ കൂടുതൽ വോട്ടർമാരായിട്ടുള്ള സ്ഥലത്ത് പട്ടികയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകളെ, അങ്ങനെയൊക്കെ ആളുകളെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ പൗരന്മാരല്ലാത്ത ആളുകളെയും തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കുന്ന ഒരു പ്രക്രിയയാണ് SIR. ഈ SIR-നെതിരെ അതിശക്തമായ എതിർപ്പാണ് മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. നേരത്തെ ബീഹാറിൽ SIR നടപ്പിലാക്കിയിരുന്നു. അന്നും BJP ഒഴികെയുള്ള പാർട്ടികളൊക്കെ തന്നെ, പ്രധാനമായിട്ടും പ്രതിപക്ഷങ്ങളായിട്ടുള്ള RJD-യും കോൺഗ്രസും ഒക്കെ തന്നെ അതിനെതിരെ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്ന് മാത്രം. തെരഞ്ഞെടുപ്പിൽ BJP വലിയ ശക്തിയായിട്ട് ജയിക്കുകയും ചെയ്തു. JDU BJP സഖ്യം അധികാരത്തിൽ തുടരുകയാണ് ചെയ്തത്. എന്നാൽ ബംഗാളിലെ മമത ഇപ്പോഴും ഇതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത്. കാരണം ബംഗാളിലെ വോട്ടർമാരിൽ നല്ലൊരു ശതമാനം കിഴക്കൻ ബംഗാളിൽ അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഒഴിഞ്ഞു കയറിയ ആളുകളാണ് എന്നുള്ളൊരു പരാതിയാണ് ഉള്ളത്. ബംഗ്ലാദേശിലെ പശ്ചിമ ബംഗാളിലെ ഡെമോഗ്രാഫി തന്നെ 27%, അതായത് 2011 സെൻസസ് പ്രകാരം 27% പേർ മുസ്ലിങ്ങളാണ്. അതോടൊപ്പം തന്നെ ബംഗാളിൽ നിന്ന് വന്ന ഹിന്ദു വിഭാഗക്കാരും ഒക്കെ തന്നെ കാര്യമായിട്ട് ജനസംഖ്യയിലുണ്ട്. BJP പല പ്രദേശങ്ങളിലും BJP വളരെ ശക്തമാണ്. കൂച്ച് ബിഹാർ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ BJP ശക്തമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ സന്താൾ വർഗക്കാരുടെ, അതായത് ട്രൈബൽ വർഗക്കാരുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി രാഷ്ട്രപതി ദ്രൗപദി മുർമു അവിടെ എത്തിയിരുന്നു, സിലിഗുരിയിൽ എത്തിയിരുന്നു. പക്ഷെ സിലിഗുരിയിലെ പരിപാടി അനുകൂലപ്പെടുത്താനാണ് മമതാ ബാനർജി ശ്രമിച്ചത്. അതിനെ
അതിനെതിരെ രാഷ്ട്രപതി പ്രതികരിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് ദേശീയ തലത്തിൽ തന്നെ, രാഷ്ട്രീയ തലത്തിൽ തന്നെ വലിയൊരു ചലനം ഉണ്ടാക്കിയ സംഭവമാണ്. അപ്പൊ എന്താണ് പശ്ചിമ ബംഗാൾ യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നത്? കാരണം പശ്ചിമ ബംഗാളിലെ വയലൻസ് എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ അതിക്രമം എപ്പോഴും നടക്കുന്ന ഒരു സംസ്ഥാനമായിരുന്നു പശ്ചിമ ബംഗാൾ. അത് ഇടതുപക്ഷ ഭരണ സമയത്താണ് ഏറ്റവും അധികം കൂട്ടക്കൊലകളൊക്കെ നടന്നിരുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുക, പോലീസിനെ തങ്ങളുടെ കൺട്രോളിൽ നിർത്തുക, ഇതൊക്കെയായിരുന്നു ചെയ്തത്. മമതയെ തന്നെ തെരുവിൽ വെച്ച് മാർക്സിസ്റ്റുകാരൊക്കെ തല്ലിയിരുന്നു, പോലീസിനെ മർദ്ദനമേറ്റിരുന്നു. അങ്ങനെ ആ മമതാ ബാനർജി BJPയുടെ സഹായത്തോടുകൂടി കേന്ദ്രത്തിൽ അവർ മന്ത്രിയാവുന്നു. പിന്നീട് അവർ ബംഗാളിൽ അവർ അധികാരത്തിൽ തിരിച്ചെത്തുകയാണ്, അധികാരത്തിലേക്ക് വരികയാണ് ചെയ്തത്. പക്ഷെ മമത അധികാരത്തിൽ വന്നതോടുകൂടി എന്തൊക്കെയാണോ CPMകാർ കാലാകാലങ്ങളായിട്ട് ചെയ്തിരുന്നത് അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് മമതാ ബാനർജി ചെയ്തിരിക്കുന്നത്. കാരണം ബംഗ്ലാദേശി ആളുകളെയൊക്കെ തന്നെ വോട്ടർ പട്ടികയിൽ കൊണ്ടുവന്നത് CPM ആണ്. അതേ പ്രക്രിയ മമതാ ബാനർജിയും ആവർത്തിച്ചു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മുസ്ലിം പ്രകടനമായിരുന്നു CPM നടത്തിയിരുന്നത്. ഇന്ന് അത് ചെയ്യുന്നത്, അന്ന് ആരൊക്കെയാണോ ഈ ഒരു പ്രകടനത്തിന്റെ പേരിൽ CPMനെ സപ്പോർട്ട് ചെയ്തത് അതേ ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് CPM എടുത്തിരുന്ന റോളാണ് ഇന്ന് മമതാ ബാനർജി എടുക്കുന്നതെന്ന് പറയും. പക്ഷെ BJPയെ സംബന്ധിച്ചിടത്തോളം മമത BJPക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം BJP ഒരു ബംഗാൾ പാർട്ടി അല്ല എന്നുള്ളതാണ്. ഒരു ബംഗാൾ അസ്മിത അല്ലെങ്കിൽ ഒരു ബംഗാൾ ഐഡന്റിറ്റിയാണ് മമത നിലനിർത്തുന്നത്. കുറെയൊക്കെ അതിലവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ BJP മറ്റെല്ലാ സ്ഥലത്തും അർബൻ പ്രദേശങ്ങളാണ് BJPക്ക് ശക്തിയുള്ളതെങ്കിലും കൽക്കത്തയും തൊട്ട് പരിസരത്തുള്ള അർബൻ പ്രദേശങ്ങളൊക്കെ തന്നെ മമതയ്ക്കും നല്ല സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ മമതയ്ക്ക്, പക്ഷെ ഇത്തവണ മമതയ്ക്ക് അറിയാം മമതയ്ക്ക് എന്തോ വലിയൊരു തകരാറ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ള വളരെയധികം മമത വിഭ്രാന്തിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നത്. രാഷ്ട്രപതിയെ വരെ മമത അപമാനിക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് ഉറപ്പാണ്. ഇപ്പൊ BJPയെ സംബന്ധിച്ചിടത്തോളം BJP പറയുന്നത് പശ്ചിമ ബംഗാൾ 1-2 സ്റ്റേജായിട്ട് ഇലക്ഷൻ നടത്തണം എന്നാണ്. 2011 വരെ 2 സ്റ്റേജിലാണ് ഇലക്ഷൻ നടത്തിയിരുന്നത്. ഈ അടുത്ത കാലത്താണ് ബംഗാളിൽ 5 ഇലക്ഷൻ വരെ വന്നത്. കഴിഞ്ഞ തവണ 8 സ്റ്റേജിലായിട്ടാണ്, 8 ഫേസുകളിലാണ് ഇലക്ഷൻ നടത്തിയത്. ഇത്തവണ BJP പറഞ്ഞ 1-2 സ്റ്റേജ് മാത്രം മതി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അക്കാര്യം അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ ബംഗാളിൽ മമതയുടെ പോലീസ് അധികാരത്തിലിരിക്കെ നിഷ്പക്ഷമായ ഒരു വോട്ടിംഗ് നടക്കില്ല എന്നുള്ളതാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. ബാക്കി എല്ലാ ഘടകങ്ങളും ഒരുപക്ഷെ BJP പറയുന്നത് തങ്ങൾക്ക് അനുകൂലമാണ്. പോലീസിനെ കൂടി നിയന്ത്രിച്ചുകൊണ്ട് മമത വോട്ടർമാരെ തങ്ങളുടെ പരിധിയിൽ വരുത്താൻ ശ്രമിക്കുമെന്നുള്ളതാണ് BJP ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ SIRന്റെ ക്രമക്കേടുകളെ കുറിച്ചുള്ളൊരു ചർച്ചയാണ് പ്രധാനമായും നടക്കുന്നത്. മമത പറയുന്നത് സുപ്രീം കോടതി പ്രകാരമുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇലക്ഷൻ നടത്താവൂ എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് മമത പോലും ഇലക്ഷൻ വേണമെങ്കിലോ ഈ SIR പ്രക്രിയ കഴിയുന്നത് വരെ അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ നടത്തിയാൽ മതി എന്നുള്ള അഭിപ്രായത്തിലേക്ക് വരികയാണെങ്കിൽ മെയ് 7-ന് ശേഷം ഒരു ജനാധിപത്യ ഗവൺമെന്റിന് അവിടെ തുടരാൻ കഴിയില്ല. കാരണം പുതിയ തെരഞ്ഞെടുപ്പ് നടത്താതെ പഴയ സർക്കാരിന് അധികാരത്തിൽ തുടരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് ബംഗാൾ പോകുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഗവർണർക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭിക്കും. ഗവർണറായിരിക്കും അവിടെ ഭരിക്കാൻ പോകുന്നത്. ഇന്ന് ഗവർണർ കൈയാളുന്ന ചുമതലയും മുഖ്യമന്ത്രി കൈയാളുന്ന ചുമതലയും കൂടി രാഷ്ട്രപതിയുടെ ഉപദേശകൻ എന്ന നിലയ്ക്ക് ഗവർണറായിരിക്കും നടത്താൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ രാഷ്ട്രപതി ഭരണത്തിന് കീഴിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത കൂടി വരികയാണ് എന്നാണ് മനസ്സിലാകുന്നത്.